നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ടാറ്റ ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ എലാക്സി. ഇന്ന് ടാറ്റ എലാക്സി 0.6% ഇടിഞ്ഞ് 7390 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 9200, 52 വീക്ക് ലോ 6220. ടാറ്റ എലാക്സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് 4.6% ഇടിഞ്ഞ് 206 കോടിയിൽ നിന്നും 197 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 914 കോടിയിൽ നിന്നും 906 കോടിയിലേക്ക് ഇടിഞ്ഞു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ടാറ്റ എലാക്സി എന്ന കമ്പനി 70 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷണൽ ബേസിസിൽ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എബിറ്റ 244 കോടിയിൽ നിന്നും 233 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിയുകയും എബിറ്റ മാർജിൻ 26.8% നിന്നും 25.8% താഴുകയും ചെയ്തു. കമ്പനിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 13% വർദ്ധിച്ച് 3552 കോടിയായി മാറി. എബിറ്റ മാർജിൻ 28.5% നിന്നും 29.5% ഉയർന്നിട്ടുണ്ട്. 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന മൈൽ സ്റ്റോൺ കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് സർവീസ് സെഗ്മെൻറ്റിൽ 9% വളർച്ചയും സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ആൻഡ് സപ്പോർട്ട് സെഗ്മെൻറ്റിൽ 18.6% വളർച്ചയും കമ്പനി കൈവരിച്ചു. അൺസർട്ടൻ മാക്രോ എക്കോണമിക് കണ്ടീഷനിൽ പോലും കൺസിസ്റ്റൻ്റ് ഓപ്പറേഷണൽ പെർഫോമൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ടാറ്റ എലാക്സിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സ്റ്റോക്ക് 7390 നിന്നും 7000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 6500 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 2022 10,000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 6500 വരെ ഇടിയുകയും അവിടെ നിന്നും ഒരു ഗ്രാജുവൽ റിക്കവറി വന്ന് സ്റ്റോക്ക് 9000 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 7000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 8000, 8500 തുടങ്ങിയ ലെവലുകളാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ടാറ്റ ഗ്രൂപ്പിലെ മറ്റൊരു സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ഇന്ന് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് 0.09% ഫ്ലാറ്റ് സൈഡിൽ 1172 ക്ലോസിംഗ് നൽകി. 1.12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 90.54, ഡിവിഡൻഡ് ഈൽഡ് 0.72%. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും ടാറ്റ എലാക്സി പോലെ തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 22% ഇടിഞ്ഞ് 267 കോടിയായി മാറി. 345 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലെ മാർച്ച് മാസത്തിൽ കമ്പനി റെക്കോർഡ് ചെയ്തത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 8.5% വർദ്ധിച്ച് 3927 കോടിയായി മാറി. കഴിഞ്ഞ വർഷം കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3619 കോടിയായിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 7 രൂപ 75 പൈസ എന്ന ലെവലിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ 511 കോടിയിൽ നിന്നും 629 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. എബിറ്റ മാർജിൻ 160 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 14% നിന്നും 16% ഉയരുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ് ഉയർന്ന ഗ്രോത്ത് ട്രാജക്ടറിയും റവന്യൂ ഗ്രോത്തും ഉറപ്പുവരുത്തുന്നു. ടാറ്റയുടെ ഒരു പ്രമുഖ ബ്രാൻഡായ സ്റ്റാർബക്സ് ഈ ക്വാർട്ടറിൽ ഏകദേശം 95 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 61 സിറ്റികളിലായി 421 എത്തിക്കുകയും ചെയ്തു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ടാറ്റ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രമുഖ ബിവറേജ് ബ്രാൻഡുകളായ ടാറ്റ കോഫി, ഹിമാലയൻ നാച്ചുറൽ മിനറൽ വാട്ടർ, ടാറ്റ കോപ്പർ, ടാറ്റ ഗ്ലൂക്കോ തുടങ്ങിയ പല പ്രൊഡക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ആനുവൽ കൺസോളിഡേറ്റഡ് ടേൺ ഓവർ 15,206 കോടിയാണ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 1171 ട്രേഡ് ചെയ്യുന്നു. 1200, 1250 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസും 1100 സ്റ്റോക്കിൻ്റെ സപ്പോർട്ടുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.